സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ആദ്യമായി മേജർ അച്ചീവ്മെന്റ് ആയി വരുന്ന ഒരു കോമ്പറ്റീറ്റീവ് എക്സാം എന്നുള്ളത് USS ആയിരുന്നു. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ USS എക്സാം വിന്നറായി. USS എക്സാം വിന്നർ ആയതുകൊണ്ട് അതിന് ക്യാഷ് പ്രൈസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2004 ഞാൻ വിന്നറായത്. ഇതുവരെ എനിക്ക് എന്റെ ക്യാഷ് പ്രൈസ് കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഓർമ്മയില്ല അങ്ങനെ ഒരു സംഭവം കിട്ടിയതായിട്ട്. പിന്നെ എന്തിനാണ് USS പോലത്തെ പരീക്ഷകൾ എഴുതുന്നത് എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാവും. മാത്രമല്ല ഈ ക്യാഷ് പ്രൈസ് ഒരുപക്ഷെ ഇന്നൊക്കെ വളരെ റെഗുലർ ആയിട്ട് കൊടുക്കുന്നുണ്ടാവും. പക്ഷെ അപ്പോഴും അത് അത്രത്തോളം വലിയൊരു എമൗണ്ട് ഒന്നും ആവില്ല. പക്ഷെ ആക്ച്വലി ഈ എക്സാംസ് ഒക്കെ നമുക്ക് തരുന്ന ഒരു വലിയൊരു കോൺഫിഡൻസ് ഉണ്ട്. നമുക്കൊരു 8th എക്സാമോ അല്ലെങ്കിൽ 9th എക്സാമോ അല്ലെങ്കിൽ 10th SSLC ഒന്നും തരാത്തൊരു കോൺഫിഡൻസ് USS പോലത്തെ ഒരു എക്സാം നമുക്ക് ആക്ച്വലി തരുന്നുണ്ട്. അന്ന് ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ USS എക്സാമിന് വേണ്ടിയിട്ട് മറ്റൊരു സ്കൂളിൽ നമ്മൾ പോകുന്നു. എന്നിട്ട് ആ സ്കൂളിലെ ഒരുപാട് പല സ്കൂളിൽ നിന്നുള്ള കുട്ടികൾ വരുന്നു, നമ്മൾ ഒരുമിച്ചിരുന്നൊരു എക്സാം എഴുതുന്നു. അത്ര ഒരു എൻവയോൺമെന്റ് ഒക്കെ ആദ്യമായിട്ടാണ് വേറെ സ്കൂളിൽ നിന്നുള്ള കുട്ടികളുമായിട്ട് നമ്മളൊരു കോമ്പറ്റീറ്റീവ് എൻവയോൺമെന്റ് ഒരു എക്സാം എഴുതുക എന്നുള്ളതൊക്കെ ആദ്യമായിട്ടാണ്. നമ്മളത് കലോത്സവത്തിന് സ്പോർട്സിലൊക്കെ നമ്മളൊരു സബ് ജില്ലാ കലോത്സവത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ സ്കൂളിൽ വന്നിട്ട് കുറെ സ്കോളർഷിപ്പ് വന്നിട്ട് PCM സ്കോളർഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ സ്കൂളിൽ വന്നിട്ടാണ് നടത്തുക. പക്ഷെ നമ്മൾ വേറൊരു സ്കൂളിലോട്ട് പോകുന്നു, അവിടെ വേറെ കുറെ സ്കൂളിലെ മിടുക്കന്മാരും കുട്ടികൾ വരുന്നു, അവരുടെ കൂടെ നമ്മളൊരു എക്സാം എഴുതുന്നു, എന്നിട്ട് ആ എക്സാം നമ്മൾ വിജയിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് കിട്ടുന്ന വലിയൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ആ എക്സൈറ്റ്മെന്റ് ആണ് ആക്ച്വലി ഇതിന്റെ ഏറ്റവും വലിയ കാര്യം എന്നുള്ളത്. ഇതിന് വരുന്ന സ്കോളർഷിപ്പ് ഒന്നുമല്ല, അതിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എക്സൈറ്റ്മെന്റ്, നമുക്ക് ലൈഫിൽ കിട്ടുന്ന ഒരു കോൺഫിഡൻസ്, അതാണ് ഒരുപക്ഷെ ലൈഫിൽ നമ്മളെ ഒരുപാട് മുന്നോട്ട് നയിക്കുന്നത് എന്ന് തോന്നുന്നുണ്ട്. പിന്നീട് ഞാൻ IITയിലൊക്കെ എത്തിയപ്പോഴും നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യം, അവിടേക്ക് എത്താനുള്ള ഒരു എനർജി, ഒരു ഊർജം, ഒരു കോൺഫിഡൻസ് നമുക്ക് എങ്ങനെ കിട്ടി എന്നുള്ളതാണ്. ഇപ്പോ 10ാം ക്ലാസ്സിൽ നമുക്ക് A+ കിട്ടി. 10ാം ക്ലാസ്സിൽ A+ ഒരുപാട് ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്. 12th A+ കിട്ടി. 12th A+ ഒരുപാട് ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പ് എഴുതിയ ഇത്തരം പരീക്ഷകളും ഇത്തരം മത്സരങ്ങളും ഇത്തരം കോമ്പറ്റീഷൻസും ആണ് JEE പോലത്തെ ഒരു എക്സാമിന് നമ്മൾ കോമ്പീറ്റ് ചെയ്യാൻ ശരിക്കും പ്രാപ്തമാക്കുന്നത്. ഒരു SSLC പരീക്ഷയൊക്കെ ആണെങ്കിൽ അതിലൊന്നും ഒരു കോമ്പറ്റീഷൻ ഇല്ല. നമ്മൾ നന്നായി പഠിച്ചാൽ നമുക്ക് മാർക്ക് കിട്ടും, അത്രേ ഉള്ളൂ. അതൊരു കോമ്പറ്റീഷൻ, അത് നമ്മുടെ തന്നെ ഉള്ള ഒരു കോമ്പറ്റീഷനാണ്. പക്ഷെ ബാക്കിയുള്ളവരോട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കോമ്പീറ്റ് ചെയ്യണം. അപ്പോ അതിന് ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് ആക്ച്വലി USS എക്സാം ആയിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് പലപ്പോഴും നഷ്ടബോധം തോന്നി. കാരണം പിന്നീട് വന്ന എക്സാംസിനൊന്നും ഇത്രത്തോളം ഗൗരവത്തോടെ നമ്മൾ എടുത്തിട്ടില്ല. ഫോർ എക്സാമ്പിൾ NTSE എക്സാമിനൊന്നും ഞാൻ അത്രത്തോളം ഗൗരവത്തിൽ കണ്ടിട്ടില്ല. ജസ്റ്റ് പോയി എഴുതി എന്നുള്ളതേ ഉള്ളൂ. പിന്നെ എക്സാമിനെ ഗൗരവത്തിൽ കാണാൻ തുടങ്ങിയത് 12th സ്റ്റാൻഡേർഡ് ആയപ്പോഴേക്കാണ്. അപ്പോൾ അതിനെ ഗൗരവത്തിൽ നമ്മൾ വളരെ അതുകൂടാതെ വേറെ ചില ഫെലോഷിപ്സും സ്കോളർഷിപ്സും ഒക്കെ എനിക്ക് കിട്ടി. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഇത്തരം കോമ്പറ്റീറ്റീവ് എക്സാംസിനെ ഗൗരവമായി കാണാൻ തുടങ്ങി. പിന്നെ JEE എഴുതുമ്പോഴും, ഇപ്പൊ JEE പരീക്ഷ, IITക്ക് വേണ്ടിയിട്ടുള്ള പരീക്ഷ എന്ന് പറയുമ്പോൾ അത് ആക്ച്വലി എന്താണ്, അതൊരു കോമ്പറ്റീറ്റീവ് എക്സാം ആണ്. നമ്മൾ +1 +2 പരീക്ഷ എഴുതുന്നത് പോലെയല്ല അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്. അതിന് നമ്മൾ ഒരു സെപ്പറേറ്റ് രീതിയിൽ തന്നെയാണ് അതിനെ കാണേണ്ടത്, അതിന് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഓർമ്മ വരുന്നത് പണ്ടത്തെ USS ആണ്. USSന് വേണ്ടിയിട്ട് നമ്മൾ പല സബ്ജക്ട്സും നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന പോലെയല്ല, നമ്മൾ സ്കൂളിലെ എക്സാമിന് പഠിക്കുന്ന പോലെയല്ലല്ലോ നമ്മൾ USS എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. USS എക്സാമിന് നമ്മൾ മലയാളത്തില് പല കാര്യങ്ങളും, അല്ലെ, മലയാളത്തില് എന്തൊക്കെയാണ് പ്രീവിയസ് എക്സാമിന് വന്നത്, അതിൽ കുറെ അവാർഡുകൾ ഉണ്ടാവും, കുറെ സന്ധി സമാസം ഇതൊക്കെ ഉണ്ടാവും, അല്ലെ, മാത്സിൽ കുറെ ട്രിക്കുകൾ ഉണ്ടാവും, കുറെ മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതൊന്നും സ്കൂളിലെ ടെക്സ്റ്റ് ബുക്സിലോ സ്കൂളിലെ ബുക്സിലോ ഒന്നും ആരും പഠിപ്പിച്ചു തരുന്നതല്ല. അതേപോലെ സോഷ്യൽ സയൻസിൽ കുറെ എക്സ്ട്രാ ആയിട്ട് കുറെ ജനറൽ നോളജ് നമ്മൾ പഠിക്കേണ്ടി വരും. സയൻസ് നമ്മൾ കുറച്ചുകൂടി ഒന്ന് കടന്ന് നമ്മൾ പഠിക്കേണ്ടി വരും, കുറച്ചുകൂടി നമ്മൾ കൺസെപ്റ്റുകളൊക്കെ അറിയേണ്ടി വരും. അപ്പൊ ഒരു എൻറ്റയർലി ഡിഫറെന്റ് എക്സാം, അല്ലെങ്കിൽ എൻറ്റയർലി ഡിഫറെന്റ് എക്സ്പീരിയൻസ്. അത് ആ എക്സാം എഴുതുന്നിടത്ത് മാത്രമല്ല, എക്സാമിന് പഠിക്കുന്നിടത്തും ആ എക്സാമിന്റെ ഒരു എൻവയോൺമെന്റും അവിടെ പോയി മറ്റു കുട്ടികളുമായി എഴുതുമ്പോഴും ഇതൊക്കെ ഒരു എൻറ്റയർലി ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി എനിക്ക് തോന്നുന്നത് പിന്നീട് JEEയും അതേപോലെ കേരള എൻട്രൻസ് ഒക്കെ എഴുതിയപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്തത്. കാരണം ഇതും അതേപോലെയാണ്, നമ്മൾ വേറെ ഏതോ സെന്ററിൽ പോയിട്ട് കുറെ മിടുക്കകളായിട്ടുള്ള ആളുകളുടെ കൂടെ നമ്മളൊരു എക്സാം എഴുതുന്നു. അപ്പൊ അത് നമുക്കൊരു മുൻ പരിചയം അതിലുണ്ടാവുന്നത് വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോ അതിനൊക്കെ അപ്പുറം നമ്മുടെ ലൈഫിൽ നമുക്ക് മുന്നോട്ട് നീങ്ങാനുള്ള ഒരു കോൺഫിഡൻസ് നൽകും. നമ്മൾ മിടുക്കനാണ് ഇത് നമുക്ക് തന്നെ തോന്നി തുടങ്ങുന്ന ചില അവസ്ഥകളുണ്ട്. നമ്മൾ ഓക്കെ ആണ്, നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് കിട്ടുന്ന ചില അവസ്ഥകളുണ്ട്. അത് എവിടുന്നാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? ഇത്തരം എക്സാംസിലുള്ള ഒരു അച്ചീവ്മെന്റ്സിലാണ്. അത് ചിലപ്പോൾ എല്ലാവർക്കും അച്ചീവ് ചെയ്യാൻ പറ്റിക്കോളന്നില്ല. പക്ഷെ അച്ചീവ്മെന്റ് ഇല്ലെങ്കിൽ പോലും ഞാൻ ഇതൊക്കെ എഴുതിയതാണ്, എനിക്കിത് സാധിക്കും,
ഇതൊക്കെ ഞാൻ കണ്ടതാണെന്നുള്ള മുൻപരിചയം വരെ നമ്മൾ അത്തരം എക്സാംസിന് ഹെൽപ്പ് ചെയ്യുന്നു. സോ ഇൻ എ വേ IIT-യിലോട്ടുള്ള ഒരു ജേർണിന്റെ ഒരു തുടക്കം എന്നുള്ളത് ആക്ച്വലി UP ലെവലില് എഴുതിയ USS എക്സാമും അന്നത്തെ കുറെ ക്വിസ് കോമ്പറ്റീഷൻസുമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോ നമ്മൾ മറ്റൊരു USS എക്സാമിനെ അടുത്ത ജൂൺ മാസത്തിൽ നമ്മൾ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. USS പരീക്ഷ എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു 70% മാർക്ക്, 42 മാർക്ക് നേടിയാൽ നമുക്ക് USS കിട്ടും. പക്ഷെ 42 മാർക്ക് അല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം ആ ടോപ്പ് പെർസെന്റേജിന് വന്നിട്ട് ഗിഫ്റ്റഡ് ചിൽഡ്രൻ ആ ഒരു സ്കോളർഷിപ്പ് കൂടി നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ്. സോ ഓൾ ദ ബെസ്റ്റ്. സാൻഡി ലേണിംഗ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഈ ചാനലിൽ വരുന്ന ഷോർട്സും അതേപോലെ ടിപ്സും ട്രിക്സും ഇതേപോലുള്ള വീഡിയോസ് എല്ലാവരും നിങ്ങൾ കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്കത് മോട്ടിവേറ്റ് ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും ഇത്തരം വീഡിയോസുമായി കാണാം.